തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം കടുപ്പിക്കുകയാണ് മുന്നണികൾ. മന്ത്രിമാരെ തന്നെ ഇറക്കി വീടുകൾ കയറിയുള്ള പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് LDF. തൃശൂർ മരത്താക്കരയിൽ റവന്യൂ മന്ത്രി കെ രാജൻ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിച്ചു. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് മന്ത്രി പങ്കുവച്ചത്. സൂരജ് സി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുകയാണ്. സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ഇന്നടക്കം 2 ഞായറാഴ്ചകളാണ് അവരുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച ദിവസം കൂടുതൽ വീടുകളിൽ എത്തി നേരിട്ട് വോട്ടർമാരെ കാണാനുള്ള ശ്രമത്തിലാണ്. മന്ത്രി കെ രാജൻ മരത്താക്കരയിൽ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. മന്ത്രിയോടൊപ്പം ഓടിയെത്താൻ സ്ഥാനാർത്ഥിക്ക് പോലും പറ്റുന്നില്ല. എല്ലാവരും കൂടി വലിയ ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും ഒന്ന് കാണാൻ കൂടി പറ്റാവുന്നൊരു ഇടമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് എല്ലാവരും കാണുക എന്നുള്ളതാണ് പ്രധാനം. വോട്ടർമാരൊക്കെ കണ്ടിറങ്ങുമ്പോഴുള്ള പ്രതീക്ഷ എങ്ങനെയുണ്ട്? അല്ല, വലിയ പ്രതീക്ഷയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും ഇവിടുത്തെ 10 വർഷക്കാലം ഭരിച്ച പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ സേവനങ്ങളുണ്ട്. മാത്രമല്ല ജനങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചയാകുന്നത്. രാഷ്ട്രീയവും ചർച്ച ചെയ്യണം. അതിൽ പ്രത്യേകിച്ച് വികസനത്തിൻ്റെ രാഷ്ട്രീയം, മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയം. കേരളത്തെ ഒരു നിലയ്ക്ക് മുന്നോട്ട് നയിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഫെഡറലിസത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന ഏകാധിപത്യ പ്രവണത, ഇതൊക്കെ നല്ലതുപോലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊരു പെൻഷൻ തുകയൊക്കെ വർദ്ധിപ്പിച്ച സമയമാണ്. അതൊക്കെ ഈ പൾസ് അറിയുന്നുണ്ട് ഇറങ്ങുമ്പോൾ? നല്ലതുപോലെ അറിയുന്നുണ്ട്. ഇത്തവണ ആഘോഷത്തിൻ്റെ മാസമാണ് ആളുകൾക്കെല്ലാം. കാരണം കുടിശ്ശിക പൂർണ്ണമായും തീർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ച ഒരു ഘട്ടത്തിലും കുടിശ്ശിക ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി നയത്തിൻ്റെ ഭാഗമാണെന്ന് ആളുകൾക്കറിയാം. അപ്രതീക്ഷിതമായി കേരളത്തിലെ സ്ത്രീകളോട് ഒരു ഗവൺമെൻറ് കാണിച്ച നീതിയുടെയും അവരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും ഭാഗമായി 35-നും 60-നും ഇടയിൽ പ്രായമായ സ്ത്രീകൾക്ക് 1000 രൂപ എന്ന പ്രഖ്യാപനമൊക്കെ നല്ലതുപോലെ വോട്ടർമാർക്കിടയിൽ കയറിയിട്ടുണ്ട്. മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കുകളിലാണ് നടക്കുന്നത്. അപ്പോൾ മന്ത്രി അങ്ങനെ ഓടി കയറിയുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ എല്ലാവരെയും സംബന്ധിച്ച ഒരു അവസാന ലാപ്പിലേക്കെന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് പോകുന്നു. കാരണം 2 ഞായറാഴ്ചകളിൽ ഒരു ഞായറാഴ്ച ഇന്ന് അവസാനിക്കുകയാണ്. അതിന്റെ തിരക്കുകളിൽ തന്നെയാണ് മുന്നണികൾ എല്ലാവരും ഉള്ളത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.